ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ നല്ല തണുപ്പാണ്. ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ മൂന്നാർ എത്തിയതാണ്. ഞങ്ങളിവിടെ മൊത്തം ഏകദേശം എല്ലാം നടന്ന് കണ്ടു. ഇപ്പോൾ ഞങ്ങൾ ഈ പ്ലാന്റേഷൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു മനോഹരമായ വ്യൂ ഉണ്ട് ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ ഗായ്സ്, അതിമനോഹരമായ വ്യൂ ആണ്. ഈ കണ്ണൻദേവൻ പ്ലാന്റേഷനാണ് ഗായ്സ് ഇവിടെ ഈ കാണുന്നത്. നിങ്ങൾ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കണ്ണൻദേവൻ മലനിരകൾ കാണാം. അതിനുശേഷം നമുക്കിവിടെ അവരുടെ തന്നെ ഒരു ചെറിയ ടേസ്റ്റി മൂന്നാർ ടീ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ നമുക്ക് അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങളിവിടെയാണ് ഗൈസ് വന്ന് ഇറങ്ങിയത്. ഈ ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്ന് അവിടെ ഒരു പള്ളിയുണ്ട്. ഞങ്ങൾ ആദ്യം ആ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു, ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു. ഇവിടെ എല്ലാ മേജറായിട്ടുള്ള സൈറ്റും ഓപ്പൺ ആകുമ്പോൾ 9 മണിയാവും. അതെ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതുണ്ടോ, കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ലൊരു ഹോട്ടലാണ്. ഞങ്ങളുടെ ഓട്ടോ അങ്കിൾ ചേട്ടൻ നിർത്തി തന്നതാണ് ഈ ഹോട്ടലിൽ. അപ്പം ഞങ്ങൾ അനിമോളും അഞ്ജുവും ഷിഫ്നിയും റീനയും ഞാനും മസാല ദോശയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപർണ പ്ലെയിൻ ദോശ, പിന്നെ ജിനിയും നെയ് റോസ്റ്റ്. അപ്പം നമ്മുടെ അപർണ ഓർഡർ ചെയ്ത പ്ലെയിൻ ദോശ എത്തിയിട്ടുണ്ട്. ജിനി ഓർഡർ ചെയ്ത നെയ് റോസ്റ്റ് എത്തിയിട്ടുണ്ട്. പ്ലെയിൻ ദോശ എങ്ങനെയുണ്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പ്ലെയിൻ ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് പ്ലെയിൻ ദോശ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ദോശ എത്തിയിട്ടുണ്ട്. നല്ല ചൂടുള്ള സാമ്പാറും ചമ്മന്തിക്കറിയും എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് അനിമോള്. ഓസ്ട്രേലിയയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമായിരുന്നു. അനിമോളുടെ മസാല ദോശ എത്തിയിട്ടുണ്ട്. മസാല ദോശ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അവൾ പറയും. കുറച്ച് മസാലയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല അഭിപ്രായമാണ്. ഗൈസ്, അപ്പോൾ എൻ്റെ മസാല ദോശ എത്തിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ല മസാല ദോശയാണ്. അപ്പോൾ ബാക്കി ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് പറയാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ ഫ്ലവർ ഗാർഡനിലേക്ക് പോവുകയാണ്.
ഗൈസ്, അപ്പം ഞങ്ങളിവിടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ മൂന്നാർ എക്കോ ടൂറിസത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. ഇപ്പം മേശപ്പുലിമല കോട്ടേജസ്, മേശപ്പുലിമല കോട്ടേജസിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ കേരളത്തിൽ ഞാൻ പറയാം, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇവിടെ എൻട്രി ഫീസ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ 50 രൂപയാണ് അഡൾട്ട്സിന്, ചിൽഡ്രൻസിന് 25 രൂപ. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കുന്നില്ലേ ഗൈസ്? അതിമനോഹരമായ കാഴ്ചയാണ് ഈ. ക്ലൈമറ്റ് സൂപ്പറാണ്. അധികം ഇവിടെ ക്യാപ് എടുക്കരുത്. ചേട്ടൻ പറയുന്നത് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ഗായ്സ്, മൂന്നാറിൻ്റെ മലനിരകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് നിങ്ങൾ നോക്കൂ ഗായ്സ്, അതിമനോഹരമാണ്. നോക്കൂ ഗായ്സ്, നമ്മളിപ്പോൾ വന്ന വഴിയാണ് കാണുന്നത്. ബസ്സൊക്കെ പോകുന്നത്, ടൂറിസ്റ്റ് ബസ്സൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ആ കാണുന്നത് KDMB പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ കണ്ണൻദേവൻ്റെ ആണെന്ന് തോന്നുന്നു. ഓഹ്, ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട മൂന്നാർ. ഈ വ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പൊളിയല്ലേ? ഒരു ചേട്ടനവിടെ പോസൊക്കെ ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ് ഗൈസ്.
മൂന്നാറിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരിതകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിതാ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. എല്ലാം നല്ല പാവകളൊക്കെ ഉണ്ട്. നല്ല ഷോപ്പുകളാണെന്ന് തോന്നുന്നു. അതൊക്കെ കിട്ടി. ചേട്ടാ ഇതൊക്കെ എത്ര? 120 രൂപയാണ്. അല്ല സാധാരണ മാർക്കറ്റിൻ്റെ അത്രയും വിലയൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നല്ലേ ഇവിടെ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നമുക്ക് കാറൊക്കെ കാണാം. ഓട്ടോ ഞങ്ങൾ മൂന്നാർ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ തേയിലകൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അതാ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. കറന്ന് തുറന്ന് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഒരു സ്പൂണിൽ 2 ടീ എടുക്കാം. ഇതാണ് നമുക്ക് ഒരു സ്പൂണിൽ 1 ടീ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള തേയിലയാണ്. ഇത് തേയിലപ്പൊടിയാണ്, കുറച്ചുകൂടെ തേയിലപ്പൊടിയാണ്. ഇതെല്ലാം മൂന്നാറിൽ തന്നെ ഉള്ള തേയിലപ്പൊടികളാണ്. അതിൽ ചാർജ് ഇല്ല മറ്റേ ഫോണിൽ. ഗായ്സ്, അപ്പം ഞങ്ങൾ ഈ കടയിൽ വന്നിട്ട് ഒരു സോഡ നാരങ്ങ വെള്ളവും ഒരു ബജിയും വാങ്ങിച്ചു. അല്ല, ഒരു ബജിയല്ല, കുറേ ബജിയും സോഡ നാരങ്ങ വെള്ളം വാങ്ങിച്ചു. അത് 90. നല്ല സോഡ, പതഞ്ഞ സോഡ നാരങ്ങ വെള്ളം. ജിനി കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയും. എങ്ങനെ ഉണ്ടടി? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന അനുമോൾ ഇവിടെ സോഡ നാരങ്ങ വെള്ളവും ബജിയും കഴിച്ചിരിപ്പുണ്ട്. സൂപ്പറാണ്. ഇതാ 2 പേര് വരുന്നുണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. നാരങ്ങ വെള്ളം പറയട്ടെ? നാരങ്ങ വെള്ളം അമ്മേ ഇപ്പൊ വീണ്. വെയിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ മോളിൽ കയറി എടുക്കാം. മാറിക്കടി. ഞാനിപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. ഇവിടെ കാട്ടാനയും കടുവയും കാട്ടുപോത്തും ഒക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്.
അയ്യോ വണ്ടി പറഞ്ഞു കിടക്കണോ? വീടി വന്നേയിരിക്കും അല്ലേ? ഡേഞ്ചറസ് ആയിട്ടുള്ള വളവാണ് ഈ റോഡിലൊക്കെ രാത്രി വരാൻ പറ്റില്ല. ഓ ഭയങ്കര ഡേഞ്ചറസ് അല്ലേ വളവല്ലേ? എന്നാ ആ റോഡിൽ ഗൈസ് ഞങ്ങൾ എക്കോ സ്പോട്ട് ആണെന്ന് പറഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ബോട്ടൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ, അടിപൊളിയാണ് കാണാൻ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇത് വിദേശ രാജ്യങ്ങളൊന്നുമല്ല, നമ്മുടെ സ്വന്തം കൊച്ചു കേരളമാണ്. ഗൈസ് നിങ്ങൾ ആദ്യം കേരളം കാണുക. ഗൈസ് ഞങ്ങളിപ്പോൾ എക്കോ സ്പോട്ടിൽ വന്നേക്കാണ്. ഇപ്പം നമ്മളൊന്ന് ട്രയൽ അടിച്ച് നോക്കാൻ പോവാണ്. നമ്മളെ ജിനി ഉറക്ക വിളിക്കും. വിളി റീന വിളിക്ക്. ഗൈസ് ഇപ്പം നമുക്ക് റീന കാണിച്ചു തരും. വാ വാ ഉറക്ക വിളിക്കും. ഉറക്ക വിളിക്കും. ഉറക്ക വിളിക്കും. ബാബു ഫയർഫോഴ്സുകാർ അന്വേഷിച്ച് വരുമോ? രാഹുൽ വിളി വിളി ഉറക്കെ വിളി. ഒരുമിച്ച് വിളി. ഞാൻ 3 പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വിളിക്കണേ. ഗൈസ് ഞങ്ങളിവിടെ ട്രയൽ അടിച്ച് നോക്കാൻ പോകണം. രാഹുൽ എന്ന് വിളിച്ചാൽ മതി. ഗൈസ് ഞങ്ങൾ ട്രയൽ അടിച്ച് നോക്കാൻ പോകണം എക്കോ സ്പോട്ട് വർക്കാവുമെന്ന്. 1 2 3 വന്ന് ഗൈസ് ചെറുതായിട്ട് വന്നു. വന്നു പറ. അപ്പ് വേണ്ട, വേറെ എന്തെങ്കിലും പറ. അത് പറഞ്ഞാൽ വരത്തില്ല. ഇപ്പൊ അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരും. ഞങ്ങളുടെ പഴയ ആളെ കിട്ടിയേ പണ്ട് കാട്ടിന്ന് പോയ. എനിക്കൊന്നും പറ്റത്തില്ല. അഞ്ചു അനു വരും. അത് അത് വന്നു സൗണ്ട് കേൾക്കുമ്പോഴാണ് വരുന്നത്, അല്ലാതെ വാക്ക് വരും. അങ്ങനല്ല, നീ അടഞ്ഞ ഒരു സൗണ്ടിൽ പറ. നീട്ടി വിളിച്ചേ. അങ്ങോട്ട് പോയി. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളെ കാണാനില്ല. അഞ്ചു എവിടെ? അഞ്ജുവിനെ കാണുന്നവർ 5 എന്ന് കമന്റ് ചെയ്യുക. ഇനി എക്കോ സ്പോട്ടിൽ പോയോ?
എവിടെ പോയടാ ഇത്? ഇങ്ങോട്ട് ജസ്റ്റ് നടന്നു പോകുന്ന ഞാൻ കണ്ടു, പിന്നെ കണ്ടില്ല. ആ ഗായ്സ്, അഞ്ജുനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എവിടെയായിരുന്നു? ബാഗ് വാങ്ങിക്കാൻ പോയതാണ്. ഞങ്ങളിവിടെ അഞ്ജുനെ തപ്പി നടക്കാത്ത സ്ഥലമില്ല. ഗായ്സ്, മൂന്നാറ് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് അനുസരിച്ച് വേണം ഇങ്ങോട്ട് വരാൻ. കൂടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നോക്കി വെച്ചോണം. കാണാതെ പോയതാണ്. പണ്ട് പോലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഇത് നമ്മൾ എങ്ങോട്ടാ പോകാൻ? ഈ വഴികളൊക്കെ തന്നെ കവർ ചെയ്ത് വരും. ഈ വഴി കൂടെ തന്നെ വരും നാളെ. ഇഷ്ടത്തിന് കുരങ്ങന്മാരെ ഇവിടെ നോക്ക്. 2 ഫാമിലി. ഇവിടെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോണോ നോക്ക്. ഇതൊരു കുരങ്ങ് കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുന്നു നോക്ക് ഗായ്സ്. കിട്ടി. കൊള്ളാല്ലേ? ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിപ്പം മൂന്നാറിൽ നിന്നും എല്ലപ്പട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങള് ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചുറ്റിനും കാടാണ് ഗൈസ്. ഇവിടെ ഫുള്ള് കാടാണ്. ഇവിടെ ആരും ഇല്ല. നമ്മുടെ ഗൈഡ് മാത്രമേ ഞങ്ങളുടെ കൂടെ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല, കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഗൈസ് നോക്കൂ ഗൈസ്, എത്ര പേരാണ് ബാക്കി വരുന്നതെന്ന്. നമ്മളെല്ലാവരെയും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബാക്കി വരികയാണ്. നമ്മുടെ ഗൈഡാണ് ഏറ്റവും ബാക്കി നടന്നു വരുന്ന പയ്യൻ. സതീഷ് എന്നാണ് പുള്ളിയുടെ പേര്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തി. ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളിതാ എല്ലപ്പട്ടിയിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുൾ വൈബാണ് ഗൈസ്. അടിപൊളിയാണ് എല്ലാവരും. ചുറ്റിനും കാടാണ് ഗൈസ്. ഇവിടെ ആരുമില്ല. ഇവിടെ ആനയും കാട്ടുപന്നിയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഞങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. എല്ലപ്പട്ടി നേരത്തെ വന്നിട്ടുള്ളവര് കമന്റ് ഇടുക. നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കി. സൺറൈസ് ആറിട്ടാണ് ഞങ്ങള് അവിടെ ചെന്നിട്ട് ഗൈസ് കം ഓൺ. സാഹസ കൃത്യമായ ട്രക്കിംഗ്. നല്ല കയറ്റം, നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിക്ക്.
കാക്കാണ്. ഏത് സൈഡാ? റൈറ്റ്. ഇപ്പൊ പുലി ഇറങ്ങി എന്നെ ചെയ്യൂടാ. ഞാനും പുലിയും കൂടെ അടി ഉണ്ടാക്കി ഞാൻ ചെയ്യും. ഞാൻ സിംഹമല്ലേ, സിംഹത്തിന് എന്ത് പുലി, കാട്ടിലെ രാജാവ് സിംഹം. സിംഹം ഒരു പുലി തന്നെ. അത് നോക്ക്, ഓരോരുത്തരും നിരനിരയായിട്ട് പോണം നോക്ക്. നീ പോട്ടെ പോട്ടെ പോട്ടെ. എനിക്ക് നഖത്തിൻ്റെ കൂടെ ഒക്കെ വേദന നടക്കുന്നുണ്ട്. സൺറൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൻ്റെ അടുത്ത് വിട പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. ഞങ്ങളുടെ 10 സ്റ്റേ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഞങ്ങളിപ്പം എല്ലപ്പെട്ടിയിൽ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് ഒരു 12:15 ഒരു ബസ്സുണ്ട്. ഇപ്പോൾ സമയം 12 ആവാറായി. ഞങ്ങളുടെ അടുത്ത ബസ്സിൽ കയറി ഇപ്പോൾ മൂന്നാർ ഇറങ്ങും. മൂന്നാറിൽ നിന്ന് സ്ട്രേറ്റ് ടു ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ ട്രിപ്പ് ഇപ്പോൾ ഇവിടെ തീരാൻ പോവുകയാണ്. ബൈ ബൈ. അപ്പം നാളെ മറ്റന്നാൾ അനു അങ്ങനെ തിരിച്ച് ഓസ്ട്രേലിയയിലും പോവുകയാണ്. അടുത്ത വർഷം പൊന്മൂട്. ഇത് നിങ്ങളുടെ ഞങ്ങളുടെ വ്ലോഗിൽ അനുവിനെ കാണുന്നത് അടുത്ത വർഷമായിരിക്കും ഗൈസ്. ബൈ ബൈ ഗൈസ്. ബൈ. ഇതും കൂടെ കാണിക്കണം. എല്ലാവരും ഉണ്ട്. അടുത്താണ്. നമുക്ക് നേരത്തെ ഒന്ന് നടക്കാമായിരുന്നു. സമയം കളയാം.